എന്താണ്? ഒന്നുമില്ല, കൊച്ചമ്മക്ക് ഒന്നും അറിയണ്ടല്ലോ. ചുണ്ടുമ്പോ തേച്ച് ഇങ്ങനെ കുത്തന്നോളി. മാപ്പണ്ട ആവശ്യം കൂടെ എന്താന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിലേ തേച്ചവിടെ കുത്തർക്കാം. എന്താ പ്രശ്നം? മാപ്പിളിനോടൊന്ന് ചോദിച്ചു നോക്കി എന്താ പ്രശ്നം. ഉമ്മാനോട് പറയാ, എങ്ങനെ ഞാനിത് പറയാം? എന്റെപ്പത് ഇന്നിപ്പോ നാർത്തം വന്നത് ഇവിടെ പോയിട്ടുള്ളല്ലോ. ഞാൻ നാർത്ത പോകുന്നു. എത്താണേ? ഒന്നുമില്ലമ്മ, എന്തോന്നുണ്ടല്ലോ. പോയ പോലെയല്ലേ പല കണ്ണും ഓർമ്മടുക്ക്. എങ്ങനെയമ്മ ഞങ്ങളോട് പറയാം? എനിക്കറിയില്ല. കൂട്ടി മുട്ടിച്ചാൽ എന്നെ കൊണ്ട് കാഞ്ചണില്ലമ്മ. ഇക്കാക്കുണ്ടാക്കുമ്പോ ഒരു കിലോ പഞ്ചസാര കൊണ്ടുവരുമ്പോ പോലും അതിന്റെ വില ഞമ്മക്ക് അറിയില്ലേനു. ഇപ്പോഴും നിനക്ക് മനസ്സിലായതമ്മ. സുരേഖ, എത്തപ്പന്മാരെ കുട്ടി കളിച്ചതിലുണ്ടായത് ഇജല്ല പറപ്പട നല്ല സുഖാണ്. നല്ല ഞാൻ കണ്ടോളൂന്നൊക്കെ പിന്നെ പറ്റിപ്പോ എന്തുണ്ടായി വെച്ചാ എന്നോടത്തെ കാക്കുണ്ടായി. ഞാനപ്പോ കടായിട്ട് കുറച്ച് പൈസ ചോദിച്ചു. അപ്പൊ എന്തൊക്കെ അറിയാലോ, എല്ലാരും നമ്മളെ കാണുന്നതൊക്കെ വേറെ കണ്ടോണ്ടമ്മ. നമ്മളെ വിചാരിച്ചിട്ട് പോലെയല്ല. ഞാനവിടുന്ന് ഇനി വരില്ലാന്ന് പറഞ്ഞു പോന്നതാ. ഇനി എന്താ കാട്ട എനിക്കറിയില്ലമ്മ. പറഞ്ഞിക്കണമ്മ, എന്റെ മുന്നിൽ വേറെ വജ്ജില്ല. എന്റെ കുട്ടിന്റെ കല്യാണം നല്ലോണം മറുപടി കൊടുത്താ ഞാൻ പോന്നിക്കണ്. അവരൊക്കെ വിചാരം മാപ്പിളാറില്ലാതെ കുത്തർക്കെന്ന് പറയുമ്പോ നിങ്ങളെന്തിനേതിന് കിട്ടുന്ന ചില ആളുകൾക്ക് അങ്ങനെ വിചാരാണ്. നയിച്ചു തിന്നാ രാവിലെ ഇറങ്ങണത് രണ്ടൊറ്റ കൂട്ടി പൊട്ടിച്ചാലല്ലോ നിങ്ങള്. ഞാൻ കഞ്ഞി കുടിച്ചു കുളിച്ച് പോയിക്കാണ്ട് എൻ്റെ എന്താ വെച്ചാ ചെയ്തോ. കുട്ടിൻ്റെ ഒരു വിധി. ഇന്ത്യയിലൊക്കെ ഒരു വജ്ജുണ്ടാവും. ഇനിയിപ്പോ എന്താ റബ്ബേ ഞാൻ കാട്ട, ഒരു വജ്ജില്ലല്ലോ. പഠിച്ചോ പഠിച്ചതല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു വജ്ജുണ്ടാകും. ചെന്ന് പോയി വെള്ളം പറഞ്ഞാളെ. തിരികെ നീ വരുമോ എൻ്റെ അരികിൽ, നിന്റെ സ്നേഹം പകരാനായി നിറയും മിഴിത്തഴുകി. എന്നിലിനിയും നിന്റെ പ്രണയം തുടരാനായി നാം നടന്ന വഴികൾ ഇനി ഓർമ്മയായി മനസ്സിൽ ചേർന്നു കണ്ട കനവുകളെങ്ങോ പോയി മറഞ്ഞു ഇരുളിൽ. ഇനി ഞാൻ നിനക്കന്യൻ വിധി തന്നതോ വിരഹം.
കണ്ടീന്. ഞാനാണ് അതില്ലാതാക്കിയത്. ഇപ്പോഴെങ്കിലും നിങ്ങൾക്കൊരു ബുദ്ധി വെച്ചല്ലേക്കാം. ഇതൊക്കെ എന്ന് തോന്നണേനു ഈ ഒരു കാര്യം ഉണ്ടല്ലോ, നല്ലൊരു കാര്യമായിട്ട് നിങ്ങൾ പറഞ്ഞത്. ഇത്രയും കാലമായിട്ട് നല്ലൊരു കാര്യം പറഞ്ഞത് ഇപ്പോഴാണ്. ഇതൊക്കെ എന്ന് ചെയ്യണം? നമുക്ക് 2 പെൺകുട്ടികളാ. ഇനിയിപ്പൊ ഉണ്ടാകുന്നത് എന്താന്ന് അള്ളാഹുവായല്ലോ. ഇതിപ്പോ തിരക്കടില്ലല്ലോ. ഏതായാലും ഇന്നത്തെ വിലക്ക് എന്താ കിട്ടണ നമ്മൾ കൊണ്ടേക്കാണ്ട് വിറ്റുകാണ്ടേ അതിലാണ് കൊണ്ടേയിട്ടാളി. നാളത്തേക്ക് ഇതൊക്കെ ഞമ്മക്കൊരു തന്നെയാണ്. ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. നാളത്തേക്ക് ഉള്ളത് നമ്മൾ ഇന്ന് തന്നെ എടുത്തേക്കണം ഇക്ക. അല്ലാതെ നമ്മൾ കേട്ടോ അന്നാന്ന് തിന്ന് കഴിഞ്ഞു പോവാൻ മനസ്സിന്റെ കാര്യമില്ലേ. എന്താ ഏതോ ഒന്നും പറയാൻ പറ്റൂല. എന്റെ ബാപ്പേ കൊറേ പാത്തച്ചിട്ടല്ല അന്നെ ഞാൻ വളർത്തിയത്. പിന്നെ ഈ വാളയും കൂടെ വെച്ചാൽ എന്റെ മീത്ത് ഒരു പണ്ടം തന്നെ ഉണ്ടല്ലോ, അതവിടെ കടന്നോട്ടെ. ഞാൻ അപ്പൊ അങ്ങനെ പുതിയ ആയിരിക്കണോന്നും വേണ്ട കേട്ടോ. ഇതും കൂടെ കൊണ്ടുപോവല്ലേ. ഇതന്നെ ഇപ്പൊ പറഞ്ഞ ചീത്ത അറിയാവോ? 2 പെൺകുട്ടികളാണ്. പ്രസവം ഞാൻ നിർത്തിയിട്ടില്ല. നിങ്ങൾ വെച്ച് നോക്കുമ്പോ ഇനി പെൺകുട്ടി ഉണ്ടാവുന്ന ഇക്കാരം. ഇതൊന്നും നാളെയൊന്നും കൊട്ടൂല. നമ്മൾ 10-12 കൊല്ലത്തിന് വെക്കണല്ലേ. അതിന്റെ ഇടയിൽ എന്തെങ്കിലും ആവശ്യം വന്നാലോ? ആയിക്കോട്ടെ എന്നാ. അങ്ങനെ അത്യാവശ്യത്തിനാണെങ്കിൽ എടുക്കാം. ഇപ്പൊ ഏതായാലും ഇതിവിടെ പെട്ടി വെച്ചിട്ട് ഒരു കാര്യമില്ല. എവിടെയും കൊണ്ടുപോയിട്ട നാളേക്കൊക്കെ എനിക്കായാലും നിങ്ങൾക്കായാലും ഞാൻ മരിച്ചാല് വേറെ പെണ്ണിട്ടുണ്ടല്ലേ. അപ്പൊ ഒരു സമ്പാദ്യമൊക്കെ തൊള്ളക്ക് നിൽക്കുന്ന കൊട്ടിട്ടോ മുണ്ടാടന്നോ. ഇത് ഞാൻ മരിച്ചുമ്പോക്കിന് ഉണ്ടാക്കാനാണ് ഈ സമ്പാദ്യം. പിന്നെ ഇമ്മാനോടും പറഞ്ഞാളിട്ടോ. ഇമ്മ എവിടേലും പോകുമ്പോ ആ മാലട്ടാളാ ഈ മാലട്ടാളാന്ന് പറയുമ്പോഴേ ഇന്റെ എത്തില്ലെന്ന് പറയിച്ച് പറ്റൂല. നിങ്ങളെന്റെ അമ്മയോട് പറഞ്ഞാളേ. ഇങ്ങോട്ട് ബാ ചോദിച്ചാലേ. അല്ല സുലൈക്ക, ഇമ്മാനോട് പറയണോ? എനിക്ക് പേടിയായിട്ട് പറയാന്. എത്തപ്പ ഇനി പേടി? ഇമ്മ അറിഞ്ഞ അയക്കൊന്നും എനിക്ക് തോന്നണില്ല. വേണ്ടെങ്കിൽ വേണ്ടാന്ന് വേണമെങ്കിൽ വേണ്ടാന്ന് എന്തെങ്കിലും ഒന്നും പറയാം. അത്ര ഉള്ളല്ലോ. എന്തായാലും ഇമ്മാനോട് പറയാതെ തരൂടെ. ഞാൻ പോയി പറഞ്ഞു വരുമാനോട്. തന്നെയുള്ള പണ്ടം കൊണ്ടേ വെച്ച് കണ്ട് സമ്പാദിച്ചില്ല. നാളേക്കൊക്കെ കടന്ന നേരം വെക്കാൻ നീച്ചില്ല. എന്നിട്ട് ഇപ്പൊ നാളേക്കൊക്കെ ഉള്ളത് അവിടെ പൊടി കൊണ്ടേടല്ലേ. ഇജൂടെ വാ ചോദിച്ചാല്. ഞാൻ എപ്പോഴും ഇതൊക്കെ ഒരു കടലാസിലിട്ട് കൊണ്ട് തരാം. ഇമ്മ എന്തിയെ ഇച്ചിരി കാര്യം പറയാണ്ടേ നിങ്ങളോട്. ഇങ്ങനൊരു ഉമ്മാനെ പേടിത്തൂരുള്ള മകനെ ഞാൻ കണ്ടിട്ടില്ല. വലിയ പേടിയാണ്. ഇന്ന് കാട്ടാളൊക്കെ കാട്ടും. ഓളെ പണ്ട നമ്മൾ ഓരോന്ന് എടുത്തുക്കണങ്ങനെ കഴിഞ്ഞില്ലമ്മ. നാളേക്കൊക്കെ ഒരു വജ്ജാണ്. ഇപ്പൊ കുറച്ച് കൊണ്ടേയിട്ടാലേ നമുക്ക് നാളേക്കൊക്കെ ഒരു വരുമാനത്തിലുള്ള ഒരു വജ്ജാണ് ഞാൻ അങ്ങോട്ട് പറയാൻ പറ്റുന്നേ. ഓളെ സ്വർണ്ണം അന്നെ ഞാൻ ഉണ്ടല്ലോ. അതിപ്പോ എന്താണ് പെട്ടി വെച്ചിട്ട് എന്തെങ്കിലും ഇപ്പൊ ഞാൻ പറയണ നിങ്ങൾ മുഴുവൻ കേക്കും വന്നിട്ട് പറയും. ഇതാണെന്നുള്ളത് ഞാൻ കേട്ടല്ലോ. പറയുന്നത് അമ്മ പണ്ടപ്പോൾ കുറച്ച് കൊണ്ടേയിട്ടാല് ഡെയിലി വരുമാനം കിട്ടും. 15 കൊല്ലത്തിനോ 12 കൊല്ലത്തിനോ കൊണ്ടേയിട്ട നാളെ മക്കളെ കെട്ടിച്ചുമ്പോ കിട്ടും ചോദിച്ചു. പിന്നെ രണത്തൊക്കെ കൊണ്ടുപോയിട്ടിട്ട് വേണ്ടേ നാൾക്കൊക്കെ പണ്ട് 2 കുട്ടികളെ കെട്ടിച്ചാണ്. ഉണ്ടാതെ ഇവിടെ പൊയ്ക്കോ ചിന്നോട് ഈ വർത്താനം പറയണ്ട കേട്ടോ. ഇമ്മ കാര്യങ്ങൾ എന്താ ശരിക്ക് കേക്കിമ്മ. ഇമ്മ ഇത് നല്ലൊരു ഇതാണ്. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇന്നോട് ജീ വർത്താനം പറയണ്ട. അത് നടക്കൂല. പിന്നെ ആ പെണ്ണ് തന്ന പണ്ടെടുത്ത് കാണ്ടല്ലേ ഇപ്പൊ എന്റെ നാളൊക്കെ എന്റെ കുട്ടികളെ കെട്ടിച്ചാൻ കൊണ്ടിരുന്നത്. നടക്കൂല. കക്കൂസാണ് അവിടെ പൊളിഞ്ഞടിക്കണത്. പിന്നെ അടുക്കള ഒരു അടുപ്പുണ്ടാക്കണം. മഴക്കാലാണ് വരുന്നത്. ഇജൊന്ന് ആലോചിച്ചോ. അങ്ങനെ ഓളോ ഓരോ പണ്ടെടുത്താണ് 10-12 പോലെ ഇപ്പൊ കഴിഞ്ഞില്ലേ. എന്റെ ചങ്ങായിവും കൊണ്ടിട്ടിട്ട് ഓന് ഡെയിലി വരുമാനം കിട്ടുന്നുണ്ട്. 15 കൊല്ലം പോലെ ഓൻ കൊണ്ടിട്ടും ചെയ്തിട്ട് ഓന്റെ കാരണങ്ങൾക്ക് പൈസയും കിട്ടി പണ്ടും കിട്ടിയെന്ന് അവൻ പറഞ്ഞത്. നടക്കൂല. കൊണ്ടയച്ചോ. അനക്കും തീരെ എന്തല്ലേ എന്തിത്താ നമ്മളെ കഥ. ഒരു മനസ്സിനെ വിശ്വസിച്ചിക്കാണ്ട് അവനെ ഔത്തുള്ള മുഴുവനും കൊണ്ടേ കൊടുക്കുക. അതൊന്നും പാടില്ല. തീരെ കഥയില്ലേ. എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഒരു മുതലുണ്ട് ഇവിടെ. എന്നിട്ട് അത് കൊണ്ടേക്കാണ് വേറെ സ്ഥലത്ത് കൊണ്ടേ കൊടുക്കണം പോലെ 2 കുഞ്ഞൂച്ചി കുട്ടികളെ കണ്ട് ഒരു വലുതാവണമെങ്കിൽ എത്ര കാലം നീ കുടിച്ചു. വലുതായിട്ട് വേണ്ടേ? 3 വയസ്സ് 3.5 ആവണോ പോലെ ഓരോന്നിന്. അപ്പോക്കിനെന്താ എന്താ അതൊക്കെ? ഇതിവിടെ നടക്കൂല. എന്തിട്ട് പറഞ്ഞിട്ടും കാര്യമില്ല. ഇന്നോടത് പറയണ്ട. ഈ പാത്തുമുള്ള കാര്യം നടക്കൂല. ആനക്കും തുള്ളി അന്തല്ലേ ജെങ്ങനെ തുള്ളി അന്തണ്ടെന്ന് ഞാൻ വിചാരിച്ചതേ. ഇമ്മ ഇക്കാക്കനോട് പറഞ്ഞു അങ്ങനെ ചെയ്താൽ നല്ലതല്ലേ.
രണ്ട് പെൺകുട്ടികളല്ലേ വളരുന്നതെന്നൊക്കെ പറഞ്ഞപ്പോ കാര്യം ശരിയല്ലമ്മ. ഞമ്മക്കാണെങ്കിൽ വേറെ അടിസത്തോ ഒന്നുമില്ല. ഈ ഒരു പേരും കൂടി മാത്രമുള്ളല്ലോ. പിന്നെ ഇപ്പോ ഇത് ആൾമറി വെച്ചിട്ട് കാര്യമില്ല. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇവിടെ നടക്കൂല. ഇജിപ്പോ കൊണ്ടുപോയി ആൾമറി തന്നെ വെച്ചാളാ കേട്ടോ. സുലേഖ, കൊണ്ടയച്ച ആ പെട്ടി കൊണ്ടയച്ച അല്ലെങ്കിൽ കൊണ്ട ഞാൻ വെച്ചോളാം. ഇങ്ങനെ നിങ്ങൾ നാളെ അത് കൊണ്ടേക്കാട് വിൽക്കൂല ഞാൻ. മനസ്സിന്റെ കാര്യമില്ലമ്മ, ഞാനൊക്കെ എന്താന്ന് അറിയില്ല. എന്റെ മക്കൾക്കും ആയിക്കോട്ടെ എന്നാല് ഇഷ്ടം പോലെ ആവട്ടെ. പിന്നെ ഈ കാര്യം പറഞ്ഞ് കേദിച്ചുട്ടമ്മ. അല്ലണ്ട് സുലേഖ, ഒരു കക്കൂസ് ഉണ്ടോ പുറത്തേക്ക്? ഇതൊന്ന് ആലോചിച്ച് നോക്കാം. പുറത്തേക്ക് ബാത്റൂം ഉണ്ടാക്കണമെങ്കിൽ വെള്ളം എന്തെങ്കിലും കുറ്റാ പോരെ? അതൊക്കെ നമുക്ക് എത്തേലും കാട്ടാം. ഇജിപ്പേ അത് കൊണ്ടുപോയി വെക്ക് കേട്ടോ. ആ വെക്കാൻ വെച്ച് തന്നാളാ. ഓക്കെ, ഇജൻ പോയിക്കോ. ഞങ്ങൾക്ക് പോകാനുള്ളടത്ത് കൊടുക്കാച്ചാ പോയിക്കോ. ഇതിപ്പേ ആ പണ്ടത്തെ നമുക്ക് നോക്കണ്ട. കൊണ്ടേക്കോ സുലേഖ, അത് കൊണ്ടേടച്ചാളാ. അങ്ങനപ്പേ അവനെ വിട്ടാ പറ്റൂല. എന്താപ്പത് ആണായിട്ടും പെണ്ണായിട്ടും ചാകോ ഒന്നുള്ളൂ. മനസ്സിനെത്തെങ്കിലും ആയിക്കഴിഞ്ഞാലോ ഓനെ പണ്ടറ്റ കിട്ടൂല. 18 കൊല്ലത്തിന് ഞങ്ങളെ കൊണ്ടുപോയി തിരികാനുള്ള മുതല എന്നിട്ട് പിന്നെ അത് നിശ്ചയത്തിലായിക്കഴിഞ്ഞാല് ഓരോ കജിൽ ഒരു ഉപ്പുണ്ടാവില്ല. ഓള് തിരക്കെടുത്തില്ലോളൂ. ചുച്ചങ്ങനെ കുത്തറക്കാണ്ടോള ആളും സാറാ. എൻ്റെ കുട്ടി വറ്റടങ്ങാറായി. എല്ലാം എന്നെ പറഞ്ഞാൽ മതി. നല്ല പങ്കാലത്ത് കുറച്ച് ഉപ്പുമ്പോൾ പോലെ ഞാൻ കാട്ടിക്കണത്. നേരം 10-11 മണിയായിട്ടോ. ഈ നേരം വരട്ട് ഒരു സാധനം പള്ളിക്ക് ചെന്നിട്ടില്ല. ഈ കനിലെങ്കിലും കുടിച്ചാണീ ആടാ വെച്ചോളാം. വെച്ചാണി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒന്ന് കുടിച്ചാ ഇതൊന്നും ഇന്നൊന്ന് പൊടിച്ച തീരെ നീച്ചാൻ വെച്ച ഞങ്ങോട്ട് പിന്നെ നോക്കി ഇച്ച് കൊയങ്ങിയില്ലേ. ജീവൻ പോകാൻ വേണ്ടിയാണ് അമ്മ പഠിച്ചവനോട് പറയുന്നത്. ഒന്നും ഉണ്ടാകുന്നാണ് ഇമ്മ. എന്നും തന്നെയല്ലേ ഇപ്പൊ ഞാൻ കേൾക്കണത്. എല്ലാം പാടെൻ്റെ കുട്ടി. ഹലോ, എത്തമ്മട്ടിന്റെ വർത്താനം സുഖല്ലേ? കുറവൊന്നുമില്ലടി. പിന്നെ ഇമ്മ വിളിച്ചത് എത്തിനാന്നോ? ഇജൊന്ന് 2 ദിവസത്തിനൊന്ന് വരുമോ? ഇമ്മ അങ്ങോട്ട് പറ്റ കൊയങ്ങിക്കണം. ഊരെ വെത്തായിട്ട് നീക്കാൻ വെച്ച. ഇമ്മമാക്കാണെങ്കിലും ഇപ്പൊ നീച്ചാൻ വെച്ച. നീപ്പിച്ചുമ്പോ അമ്മമാനെ പൊടിച്ചണം. പണ്ടത്തെ പോലെ ആദ്യം അമ്മമ്മ നീച്ച് വന്നിരുന്നു. ഇപ്പൊ തീരെ അമ്മമ്മ നീച്ചണില്ല. പോണെങ്കില് അവിടെ ഉമ്മയൊക്കെയല്ലേ? പറ്റൂലമ്മ. ഒരു ഷർട്ടിന്റെ ബട്ടൺസ് ഇടണമെങ്കിൽ വരെ ഞാൻ മാണിക്കാക്കാക്ക് ഇന്നെ കൊണ്ട് വരാൻ പറ്റൂല. മൈക്കാക്കാൻ ഒറ്റക്ക് ഇട്ടുകാണ്ട് കേട്ടോ. ഇമ്മക്ക് ഒറ്റക്ക് വെജായിട്ട് പറഞ്ഞതാണ്. ഞാനും ചോദിച്ചോക്കട്ടെ വന്ന് പോരാൻ പറ്റുമോന്നിട്ടമ്മ. വിളിക്കണ്ടമ്മ, ഞാൻ പോയോക്കട്ടെ കേട്ടോ. എന്നാ ശരി, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ആയിക്കോട്ടെ. ഇവിടുത്തെ അമ്മക്ക് സുഖമല്ല. ആയിക്കോട്ടെമ്മ. ഓലായി ഒരു കുടുംബായി. കുട്ടികളായ ഓലത് മാത്രായി. അല്ലപ്പം കാലത്ത് പറഞ്ഞതൊന്നും ഇപ്പൊ പാടായി വരുന്നുണ്ട്. അളവ് തിരയാതവർക്കു വേണ്ടി നാം സ്വപ്നഗോപുരം പണിയും. അകമുള്ള കൊണ്ടു കാണാത്ത ലോകങ്ങൾ കണ്ട് വാചാല കവിയാകും. കവിതയേകി കരളൊന്നുറച്ചവർ കളം വിട്ട് കഥയാകും. കവിളിലൊഴുകുന്ന കണ്ണുനീരിനു മാത്രമിന്നുമാ കഥയറിയും. നിമിഷനേരം പകർന്ന സുഖമൊന്നറിഞ്ഞു നോക്കണം മണ്ണിൽ. തുടരില്ല പിന്നെ തഴുകുന്ന പ്രണയത്തിൽ ആഗ്രഹം